ഉക്രൈൻ ബാങ്കിന്റെ സാമ്പത്തിക തർക്കം പരിഹരിക്കാൻ ഭാരതത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ ആർബിട്രേറ്ററായി നിയമിച്ച് റഷ്യൻ പ്രസിഡന്റ്. ഉക്രൈൻ ഒഡാഷ് ബാങ്ക് നിക്ഷേപ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ആർബിട്രേറ്റർ നിയമനം. ഉക്രൈനിലെ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് വൻ നാശനഷ്ടം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബാങ്ക് ആർബിട്രേഷൻ നടപടികൾ ആരംഭിച്ചത്. 3 അംഗ ആർബിട്രേഷൻ ട്രിബ്യൂണലിലേക്കാണ് മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ വ്ളാഡിമിർ പുടിൻ നിയമിച്ചത്. 2022 മുതൽ യുക്രൈനിൽ നടന്ന ആക്രമണങ്ങളിൽ വൻതോതിൽ ബാങ്കിന്റെ നിക്ഷേപങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചുവെന്നാണ് ഒഷാഡ് ബാങ്കിന്റെ പരാതി. യുക്രൈന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഒഷാഡ് ബാങ്ക്. 10,000 ഡോളറുകളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ബാങ്കിന്റെ നിലപാട്. ആർബിട്രേഷൻ നടപടി നിയന്ത്രിക്കുന്ന 3 അംഗ ട്രിബ്യൂണലിലേക്കാണ് DY ചന്ദ്രചൂഡിനെ നിയമിച്ചത്. കോസ്റ്റാറിക്കയിൽ നിന്നുള്ള ആർബിട്രേറ്റർ ജിമേനേസ് ആണ് ആർബിട്രേഷൻ ട്രിബ്യൂണൽ അധ്യക്ഷൻ. റഷ്യയും യുക്രൈനും ചേർന്നാണ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. ബാങ്കിന്റെ പ്രതിനിധിയായി ഗ്രീക്ക് ആർബിട്രേറ്റർ ബ്രിക്കോലിക്സിനെയും നിയമിച്ചു. റഷ്യയുടെ പ്രതിനിധിയായിട്ടായിരിക്കും DY ചന്ദ്രചൂഡ് ആർബിട്രേഷൻ നടപടിയുടെ ഭാഗമാവുക. ബാങ്കിന്റെ യുക്രൈനിലെ 4 മേഖലകളിൽ റഷ്യൻ ആക്രമണം മൂലമുണ്ടായ നഷ്ടങ്ങളായിരിക്കും ട്രിബ്യൂണൽ പരിഗണിക്കുക. ന്യൂസ് ഡെസ്ക്, ജനം.